നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവര് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് നിധി കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ നിധിക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം. അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കോളേജിൽ നിന്ന് ഒരു അക്നോളജ്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിധി ഫില്ല് ചെയ്തു. അപ്പൊ അത് ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശ്വേത പറഞ്ഞു, നിധി ഒരു കാര്യം ചെയ്യാം, നീ പോയിക്കൊള്ളാൻ പറയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബാ നമുക്ക് പോയി ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് പോവാം. എനിക്കിനി HOD ഒന്ന് കാണണം. HOD ഒന്ന് കണ്ടിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട്. ഞാൻ പോയിക്കൊള്ളാന്ന് പറയാണ്. അങ്ങനെ ഒടുവിൽ ശ്വേത അങ്ങോട്ട് പോയി. നിധി കാറിനടുത്തേക്ക് വരുക. ആ സമയം ഭാസ്കരൻ കാറിനകത്തിരുന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ കാറിനടുത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനുമാണ് ആ സമയം ഒരു കാർ വന്ന് നിധിയെ ഇടിച്ചു കുടിച്ചില്ലെന്ന മട്ടി നിൽക്കുന്നത്. പെട്ടെന്ന് നിധി ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ്. സഡൻ ബ്രേക്ക് ഇടുന്ന ശബ്ദം കേട്ടിച്ചപ്പോൾ ഭാസ്കരൻ ഞെട്ടി കണ്ണു തുറന്നു. നോക്കുമ്പോഴത്തേനും അരുൺ കാറിനകത്തുനിന്ന് ചാടി ഇറങ്ങി നിധിയുടെ അടുത്തേക്ക് വരുവാണ്. നിധിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഹോ നിനക്ക് നാണമില്ലല്ലേടിന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ നാണിക്കണമെന്ന് ചോദിച്ചു. എടി അച്ഛന്റെ പൈസ കൊണ്ടല്ല നീ പഠിച്ചേ, എന്നിട്ട് വീണ്ടും നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുവല്ലേ? അതെ ഞാൻ വന്നു എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാ പഠിച്ചത്. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു. എടി നാണം ഉണ്ടെങ്കിൽ നീ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടന് ഭയങ്കര നാണമാണല്ലോ. ഇതൊക്കെ പറയാൻ ചേട്ടൻ എന്നാ അർഹത ഇരിക്കുന്നേ? ചേട്ടനും അച്ഛന്റെ അധ്വാനത്തിൽ തന്നെയല്ലേ പഠിച്ചോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അച്ഛന്റെ അധ്വാനത്തിലാ പഠിച്ചെങ്കിൽ അച്ഛൻ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ഒരു മകനാ ഞാൻ. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, എന്റെ കാര്യത്തിൽ കൂടുതൽ നിങ്ങൾ ഇടപെടാനൊന്നും വരണ്ട. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, ഞാൻ ഇടപെടൂടി, നിന്റെ കാര്യത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇനിയിപ്പോൾ ഇടപെട്ടും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞു. പക്ഷെ പകരം ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓഹോ അപ്പൊ അതിന്റെ ഫോമും കാര്യങ്ങളും ആയിരിക്കും നിന്റെ കയ്യിലിരിക്കുന്നില്ലേ? അന്ന് ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് അരുൺ എന്ത് ചെയ്തു, നിധിയുടെ കയ്യിൽ നിന്ന് ആ ഫോമും കൂടെ മേടിച്ച് നോക്കണം. എന്നിട്ട് അതും കൂടെ കീറിക്കളഞ്ഞു. ഇതെല്ലാം നിന്റെ അഹങ്കാരം. ഇപ്പൊ നിന്റെ അഹങ്കാരം തീർന്നില്ലേ? നീ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നിധിക്ക് സഹിച്ചില്ല. നിധിയുടെ കയ്യെ ബലമായിട്ട് പിടിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് മേടിച്ചെടുത്തത്. എന്താ ചേട്ടാ കാണിച്ചേ? നിങ്ങൾ ഇത്ര ക്രൂരനാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നിങ്ങൾ ക്രൂരനാന്ന് പറയണം. അത് കേട്ടോ അരുൺ പറഞ്ഞു, അതേടി ഞാൻ ക്രൂരനാന്ന് പറയണം. നിധി പറഞ്ഞു, ഇതേ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ തോറ്റു പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഫോം കീറി കളഞ്ഞു നോർത്തോണ്ടേ നിധി ഇനിയും ഇറങ്ങിത്തിരിക്കും. ഉറപ്പായിട്ടും നിധി ആ സർട്ടിഫിക്കറ്റ് വാങ്ങുക തന്നെ ചെയ്യും. നല്ലൊരു ജോലി വാങ്ങിക്കും. വാങ്ങിച്ച് നിങ്ങളുടെ മുന്നേ ഞാൻ വന്ന് നിൽക്കുന്നൊരു കാലം ഉണ്ടാവെന്ന് പറയാം. അന്നെങ്കിൽ ഒന്ന് കാണണമല്ലോ, അന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഈ ഫോം ഒക്കെ വലിച്ചേറി കളയാല്ലേ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാണമുണ്ടോ ഇങ്ങനെ നടക്കോ? ചേട്ടനാന്നും പറഞ്ഞു നടക്കുന്നു. ഇതിനേക്കാളും ഭേദം നീയൊക്കെ പോയി ചാകുന്നാന്ന് പറയണം. എന്താടി പറഞ്ഞേ എന്നും പറഞ്ഞോണ്ട് അരുൺ നിധിയുടെ കർണത്തടിക്കുക. അത്രേ സമയം ഭാസ്കരൻ നോക്കിയിരുന്നു. ഭാസ്കരനെ അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഭാസ്കരനങ്ങ് ചാടി ഇറങ്ങി. എന്താടാ പെണ്ണുങ്ങളുടെ മേലെ കൈ വെക്കുന്നോ? സ്ത്രീകളുടെ മേലെ കൈ വെച്ചാ ഉണ്ടല്ലോ എന്ന് ചോദിച്ചോണ്ട് അരുണെ ചാടി കയറി പിടിച്ചു. നീ ആ ഡ്രൈവറുടെ അച്ഛനല്ലേന്ന് ചോദിച്ചു. നീ ഒരു കൊലപാതകയല്ലേന്ന് ചോദിച്ചു. എന്നിട്ടാണ്ടാ വന്ന് എൻ്റെ അടുത്ത് വന്ന് മേക്കിട്ട് കയറുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അതേടാ ഞാനൊരു കൊലപാതക തന്നെയാ, എന്താ നിനക്ക് കാണണമെന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് അവളുടെ ദേഹത്തുനിന്ന് കൈയെടുത്തോ അല്ല നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒട്ടും മടിച്ചില്ല ഭാസ്കരൻ അരുണിന്റെ കാരണം തീർത്ത് 2 കൂടെ പൊട്ടിക്കുവാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയോട് ഭാസ്കരൻ പറഞ്ഞു, മോള് കാറിനകത്തേക്ക് കയറിക്കളാൻ പറഞ്ഞു. പക്ഷേങ്കിൽ ആ സമയത്ത് അരുണിന്റെ കൂടെ അരുണിന്റെ ഡ്രൈവറും ഉണ്ടായിരുന്നു. അവനും കൂടെ കയറി ഭാസ്കരനെ പിടിച്ചു. ഭാസ്കരൻ നിധിയോട് പറഞ്ഞു, നിധി നീ കാറിനകത്തേക്ക് കയറാൻ പറഞ്ഞു. നിധിക്ക് ഭയങ്കര പേടിയാ. നിധി പറഞ്ഞു, വേണ്ട ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയാണ്. ഭാസ്കരനെ അവര് പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഭയങ്കര ടെൻഷനായി. ഒരു വിധത്തില് പിന്നീട് നിധിയോട് പറഞ്ഞ് നിധിയെ കാറിനകത്തേക്ക് കയറ്റി ഭാസ്കരന്. പിന്നീട് ഭാസ്കരൻ പറഞ്ഞു, കൈ എടുക്കടാന്ന് പറഞ്ഞു. എടുത്തില്ല. നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എടുക്കാനാ പറഞ്ഞതെന്നൊക്കെ പറയണം. അപ്പോഴേക്കും അരുൺ എന്ത് ചെയ്തു, എളിയിൽ ഒരു കത്തി ഇങ്ങെടുത്തു. കത്തിയെടുത്ത് ഭാസ്കരന് ഒറ്റ കുത്തായിരുന്നു. ഒരു നിമിഷം നിധി കണ്ണടച്ചു പോയി. പക്ഷേങ്കിൽ ഭാസ്കരൻ കൃത്യസമയത്ത് തന്നെ കുത്ത് തടഞ്ഞു. നിധി ഓർത്തു അപകടം സംഭവിച്ചെന്ന്. ആ കുത്ത് തടഞ്ഞുകൊണ്ട് ആ കയ്യേലേക്കാണ് കത്തി കുത്തി കയറിയത്. അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. അല്ലായിരുന്നെങ്കിലോ ഭാസ്കരന്റെ ജീവൻ തന്നെ പോയേന. ചോര ഇറ്റിറ്റ് ഒഴുകുവാണ്. നിധി ഒരു നിമിഷം അച്ഛാന്ന് പറഞ്ഞ് ഓടി അടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് ഭാസ്കരൻ നിധിയോട് പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് കയറാൻ പറയണം. പക്ഷെ നിധി കയറാൻ കൂട്ടാക്കില്ല. അപ്പത്തേനും കോളേജിലുള്ള കുട്ടികളും പിന്നെ സ്റ്റാഫുകളെല്ലാം ഓടി ഇറങ്ങി വരുവാണ്. അപ്പം എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ചന്തയാണോ? നിങ്ങളിത് എന്ത് പരിപാടിയാണ് കാണിക്കണം എന്നൊക്കെ ചോദിച്ചു. പിന്നീട് അരുണ്
അരുണും ഡ്രൈവറും കൂടെ അങ്ങോട്ട് പോവാണ്. ആ സമയം നിധി പറഞ്ഞു, അച്ഛൻ കാറിനകത്തേക്ക് കയറാം, നമുക്ക് എത്രയും പെടുന്നതിന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. സാരമില്ല മോളെ, ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഭാസ്കരന്റെ തോർത്തെപ്പോഴും തോർത്തുണ്ടല്ലോ. ഭാസ്കരൻ ആ തോർത്തെടുത്തിട്ട് കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് ആ മുറിവുള്ളടുത്ത്. അച്ഛൻ പെട്ടെന്ന് കയറച്ചാ, എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കൊന്നും വേണ്ട മോളെ, മോളെ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. നിധിക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഭാസ്കരനെ കാറിനകത്ത് കേട്ടിട്ട് നിധി പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ഡ്രൈവറോട് പറയണം. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നിധി ചോദിച്ചു, അല്ല വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. വേദനയൊന്നുമില്ല, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ആങ്ങളെ നിന്റെ അവനാള് ഒരു ഫ്രോഡാണല്ലോ എന്ന് പറയാണ്. ഇങ്ങനെയുണ്ടോ പെങ്ങളെ ഇമ്മാതിരിയൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ മേലെ കൈവെക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ ഭാസ്കരൻ പറയാണ്. നിധിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാസ്കരന് വേദനയുണ്ടോ എങ്ങനെ എന്താന്നൊക്കെ ഓർത്തിട്ട് ചോര നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ തോർത്ത് വെച്ച് ഇങ്ങനെ മുറുക്ക് കെട്ടി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചുറ്റൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ വെച്ച് എന്ത് പറ്റിയതെന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ തടസ്സം പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കയ്യേല് കുത്തേറ്റാന്ന് പറയണം. പിന്നെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഭാസ്കരനോട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയമെല്ലാം നിധിക്ക് ടെൻഷനാ. അപ്പോഴേക്കും നേഴ്സ് വന്ന് നിധിയോട് ഭാസ്കരന്റെ പേരും വയസ്സും ഒക്കെ ചോദിക്കണം. പേര് പറഞ്ഞു. വയസ്സ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിധിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു 61 പറയണം. അല്ല നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ അവരുടെ മരുമോളാന്ന് പറയണം. ഈ സമയത്ത് ഡ്രൈവർ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് അടുത്ത് തന്നെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാസ്കരനെ കൊണ്ട് ഡോക്ടർ അങ്ങോട്ട് വന്നു. പിന്നീട് നിധിയോട് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മുറിവ് അത്ര ആഴത്തിലൊന്നും പറ്റിയിട്ടില്ല, പിന്നെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകാനുള്ളതാ, അനിയിപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞു. അതിന്റെ പ്രശ്നമൊന്നുമില്ല, ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വേദനയ്ക്കുള്ള, അതുകൊണ്ട് വേദനയൊന്നും ഉണ്ടാകത്തില്ല. കുറെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഒരു 3-4 ദിവസം കഴിക്കാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മുറിവൊന്ന് ഡ്രസ്സ് ചെയ്യണം. അത് ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല, അടുത്ത എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, മരുന്നിന്റെ കാര്യമൊന്നുമില്ല മോളെന്ന് പറഞ്ഞു. അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ മരുന്നൊക്കെ മേടിക്കാനായിട്ട് നിധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരന് പൈസ എടുക്കാൻ തുടങ്ങുവാണ്. അപ്പം അകത്തെ പോക്കറ്റിനകത്താ പൈസ വെച്ചിരിക്കുന്നത് ഷർട്ടിന്റെ. അതെടുക്കാനായിട്ട് ഇങ്ങനെ കൈ ഇടാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ നിധി പോയി ബില്ലൊക്കെ അടച്ച് ഭാസ്കരനെ കൂട്ടിക്കൊണ്ട് തിരികെ പോരുവാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് നിധി ചോദിച്ചു, അച്ഛാ വേദനയുണ്ടോയെന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല മോളെ, ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല, മോളൊരു കാര്യം ചെയ്യാം, ധൈര്യമായിട്ടിരുന്നു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഡ്രൈവറോട് ഒരു നല്ല പാട്ട് വെക്കാൻ പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം എൻ്റെ ഫോണിനകത്ത്, എന്നിട്ട് വെക്കാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവർക്ക് ഉറക്കം വരുന്നുണ്ട്. ഡ്രൈവർ ഉറങ്ങുന്ന പോലെ ഇരിക്കുകയാണ്. ആ സമയം ഭാസ്കരൻ ചോദിച്ചു, അല്ല എന്ത് പറ്റിയിടാ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? നല്ല ബിരിയാണി അല്ലേ രാവിലെ കഴിച്ചേ, അപ്പൊ അതിന്റെ ഉറക്കം വരുന്നുണ്ടെന്ന് പറയണം. നിന്റെ ഉറക്കം, ഒരു കാര്യം ചെയ്യാം, ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് ശരിയാ, ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈഡ് ഒതുക്കി നിർത്തി. അപ്പോഴേക്കും നിധിയോട് പറഞ്ഞു, മോള് വേണേ ചായ കുടിച്ചോ, എനിക്ക് വേണ്ടാന്ന് പറയണ. അല്ല അച്ഛന് ചായ വേണ്ടേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ ചായ കുടിക്കാൻ പോയി. ആ സമയത്ത് നിധി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുക. എന്താ? അല്ല ഈ സുധീഷ് ചേട്ടൻ്റെ അമ്മയെ അച്ഛൻ കൊന്നെന്നൊക്കെ പറയുന്നുണ്ട്, സത്യമാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭാസ്കരൻ നിധിയെ ഒന്ന് നോക്കി. എന്താ, ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല ഇങ്ങനെ ഞാൻ കേട്ടതാ. കേട്ട കാര്യങ്ങളൊക്കെ സത്യമാ. ആങ്ങളോടൊന്ന് പറഞ്ഞേരെ, ഞാനൊരു കൊലപാതകയാ, സൂക്ഷിച്ചിരുന്നോളാന്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം നിധിക്ക് ആകെപ്പാടെ പേടിയായി. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും ചായ കുടിച്ചിട്ട് ഡ്രൈവർ അങ്ങോട്ട് വന്നു. പിന്നീട് അവരും വീണ്ടും യാത്ര തുടരുവാണ്. കുറെ സമയം കഴിഞ്ഞു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞിട്ട് നിധിയെ ഭാസ്കരനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് ഭയങ്കര ടെൻഷനായി. സുധീഷ് പുറത്തിറങ്ങിയിരിക്കുക. അപ്പോഴേക്ക് ഹരീഷ് അങ്ങോട്ട് വന്നു. എന്ത് പറ്റിയിടാന്ന് ചോദിച്ചു. ഇതുവരെയായിട്ട് നിധി വന്നില്ലോ എന്ന് പറയണ. എടാ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഞാൻ ടെൻഷൻ അടിക്കാതെ വേറെ ആരും ടെൻഷൻ അടിക്കും. എടാ അതെ, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊന്നും അല്ലല്ലോ, നീ അവളെ പറ്റിച്ച് അവളുടെ കഴുത്ത് താലി ഇറത്തിയതല്ലേ, അതാ നിനക്ക് ഇത്ര പേടി. അവൾ ഇനി എങ്ങാനും പോകുമെന്നൊരു പേടിയുണ്ടല്ലേ, ഒന്ന് പോടാ അവിടുന്ന് എന്നൊക്കെ സുധീഷ് പറഞ്ഞു. അപ്പോഴേക്കും കാറ് വന്നു കഴിഞ്ഞപ്പോഴാണ് സുധീഷിനൊരു സമാധാനമായത്. സുധീഷ് അങ്ങോട്ട് ഓടിച്ചെന്നു കഴിഞ്ഞപ്പോൾ നിധിയും ഭാസ്കരനൊക്കെ അങ്ങോട്ട് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, എന്താ നിധി ഇതെന്ത് പറ്റി ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചു. ഇത്ര സമയം താമസിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ സാരമില്ല, അതൊക്കെ നമുക്ക് അകത്ത് കയറി സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് സുഭാഷും കൂടെ വന്നു. അങ്ങനെ അവരും കൂടെ പോകുന്ന സമയത്ത് സുധീഷ് തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഇത് എന്താണത് ഇത്ര ലേറ്റ് ആയത്, എന്താ? അതെ നീ അകത്തേക്കല്ല, അപ്പൊ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിനക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു.
എന്ത് പറ്റി? കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കോളേജിൽ എന്ന് പറയണം. പ്രശ്നങ്ങളോ? അങ്ങനെ സുധീഷും കൂടെ അകത്തേക്ക് വന്നു. ഈ സമയത്ത് സുഭാഷ് ചോദിച്ചു, എന്താ നിധി, ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഇത്ര ലേറ്റ് ആയത് എന്താന്ന് ചോദിച്ചു. അത് പിന്നെ കോളേജിൽ വെച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളോ? അതെ, അച്ഛന്റെ കൈക്ക് ഒരു കുത്തൊക്കെ ഏറ്റെന്ന് പറയണം. അപ്പോഴാണ് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഭാസ്കറിന്റെ കയ്യിലൊരു കെട്ടൊക്കെ. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, എന്താച്ചാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ലടാന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ അത്ര കാര്യമായിട്ടൊന്നും അല്ല ഭാസ്കരൻ പറയുന്നേ, കൂളായിട്ടാ പറയണേ. ഇതൊക്കെ എന്താ, ഇതിനേക്കാൾ അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പിന്നെയാണോ ഇതെന്നൊക്കെ ഭാസ്കരൻ പറയണം. എന്നിട്ടൊരു പാട്ടൊക്കെ മൂളാണ് അവിടെ ഇരുന്ന്. അപ്പോഴേക്കും നിധിയോട് ചോദിച്ചു, എന്താ നിധി, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് അവിടെ എൻ്റെ ചേട്ടൻ അരുൺ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്, കയ്യെ കുത്തേറ്റതും. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, എന്നിട്ട് എന്താ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതിരുന്നേ? ഞങ്ങളൊന്നും വിളിച്ചു പറയാൻ മേലായിരുന്നോ? ഞങ്ങളാരും വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ കണ്ടതിന് ശേഷം ഇഞ്ചക്ഷനും എടുത്ത് പിന്നെ തയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുന്നിക്കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അതുവരെ ഭയങ്കര ടെൻഷൻ എടുത്തു, കുറേ ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, അല്ല വലിയ മുറിവാണോ? വലിയ മുറിവൊന്നല്ല, അത്ര പേടിക്കേണ്ടെന്നല്ല ഡോക്ടർ പറഞ്ഞു. എന്നാലും 3-4 ദിവസം കഴിയുമ്പോൾ പോയി ഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ഭാഗ്യം അച്ഛൻ വന്ന്, എന്താണെങ്കിലും നല്ല കാര്യമായിപ്പോയി, അല്ലായിരുന്നെങ്കിലും എന്തായിരുന്നു സംഭവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ പോവാന്ന് പറഞ്ഞേ. നികേഷ് പറഞ്ഞു, സുധീഷായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു, തല്ലും മേടിച്ചു കിട്ടി വരുത്തോണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഒരു പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് പുറത്തിരിക്കുകയാണ്. ഭാസ്കരൻ ഒരു പ്രശ്നമേ ആയിരുന്നില്ല, കയ്യിലെ ആ മുറിവും കാര്യങ്ങളൊന്നും. സുഭാഷ് അടുക്കളയിലായിരുന്നു. ആ സമയം നിധി സുധീഷിന്റെ ഹരീഷിന്റെ ഒക്കെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല നമ്മൾ മാട്രിമോണി കോളത്തിൽ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സുഭാഷിയുടെ കാര്യത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ. റിക്വസ്റ്റോ? അതെ, കുറെ പേർക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറയണ. അല്ല എങ്ങനെയുണ്ട് നിധി അടുത്ത്, നല്ലതാണോന്ന് ചോദിക്കണം. കണ്ട് തറക്കേടില്ലാന്ന് തോന്നേ. ഒരു ജ്വല്ലറിയിൽ സെയിൽസ് ഗേൾ ആയിട്ട് നിൽക്കുന്നതാന്ന് പറഞ്ഞു. എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നീട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരെ കാണിക്കുന്നുണ്ട്, അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, അല്ല ഇത് സുഭാഷേണ്ണ ഇഷ്ടപ്പെടുമോന്ന് ചോദിച്ചു. അതെന്താ, സുഭാഷേണ്ണ മനസ്സിൽ ഇപ്പോഴും സുനന്ദയാന്നാ തോന്നേ. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണെങ്കിലും അതായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷേണ്ണ കല്യാണം നടത്തണം. സുഭാഷേണ്ണ മനസ്സിൽ സുനന്ദയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയ പ്രശ്നവും, അല്ലെങ്കിൽ പിന്നെ സുഭാഷേണ്ണന് കല്യാണം ചിലപ്പം വേണ്ടെന്ന് പോലും പറയും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, എന്നാലും നമ്മൾ അങ്ങനെ നടത്തുന്നത് ശരിയാണോ? നികേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ സുനന്ദയുടെ കാര്യം ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷേണ്ണ കല്യാണം നടത്തണം. ആ സമയത്ത് സുഭാഷ് അടുക്കളയിൽ കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്ക് സുഭാഷിന് സുനന്ദയുടെ ഓർമ്മ വരുവാണ്. കാരണം കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സുനന്ദ അടുക്കള വഴി വരും. എന്നിട്ട് പറയും, നല്ല കറിയാന്നൊക്കെ പറയും. താൻ അവൾക്ക് ഒരു പാത്രത്തിനകത്ത് കുറച്ച് കൊടുത്തുവിടും. ആ സമയത്ത് സുനന്ദ പറയുകയും ചെയ്യും, എൻ്റെ അമ്മ പോലും ഇത്ര നന്നായിട്ട് കറികളൊന്നും ഉണ്ടാക്കത്തില്ലെന്ന്. അതേക്കുറിച്ചൊക്കെ ഇങ്ങനെ സുഭാഷിന്റെ മനസ്സിലേക്ക് വരുവാണ്. സുനന്ദയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സുഭാഷിന്. ഈ സമയത്ത് നിധി സുധീഷിനോടൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല പെൺകുട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി നോക്കാന്ന് പറയണ. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ എത്ര പെൺകുട്ടികളെ കണ്ടാലോ ഒരെണ്ണം സെറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. ഒരെണ്ണത്തിനെ കണ്ടെന്ന് വെച്ചോണ്ട് അത് സെറ്റ് ആവണമെന്നൊന്നും ഇല്ലല്ലോ. എല്ലാം ആലോചിച്ച് പെറുക്കി വരുമ്പോഴത്തേനും ചിലപ്പം ഇഷ്ടപ്പെടാതൊക്കെ വരും, നമുക്ക് നോക്കാം. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് ശരിയാ, ഈ മാട്രിമോണിക്കോളത്തിൽ പരസ്യം കൊടുത്തോണ്ട് കുറെ ആലോചനകളൊക്കെ വരും, നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് സെറ്റാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിനകത്ത് നികേഷ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അലാറം അടിക്കുന്നത്. ഇതെന്താ നിധി അടുത്ത് അലാറം വെച്ചിരിക്കുന്നത്? അയ്യോ അതെ, അച്ഛന് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കണം, അതിനുവേണ്ടി അലാറം സെറ്റ് ചെയ്താ, ഞാൻ പോയി മരുന്ന് എടുത്തോണ്ട് വരട്ടേന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നിധി മരുന്നും വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കുവാണ്. ഈ സമയത്ത് മരുന്ന് കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഭാസ്കരന്. ഭാസ്കരൻ പറഞ്ഞു, എനിക്ക് മരുന്ന് വേണ്ട, ഇത്ര നിസാര കാര്യത്തിന് മരുന്ന് കഴിക്കാനോ? ഇതിനേക്കാളും വലിയത് വന്നിട്ട് ഈ ഭാസ്കരൻ മരുന്ന് കഴിച്ചിട്ടില്ല, പിന്നെയായി ഇതൊക്കെയെന്ന് പറഞ്ഞു. ദേ അച്ഛ വെറുതെ വാശി പിടിക്കരുത്, കൈ മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്തം തന്നെയല്ലേ പോയത്? അതെ, എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോകുന്നുള്ള ബ്ലഡ് തന്നെയല്ലേ പോയത്? അതേന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ മരുന്ന് കഴിച്ചാൽ മതിയാവുള്ളൂ, മുറിവൊക്കെ ഉണങ്ങണേ മരുന്ന് കഴിക്കണം. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഭാസ്കരനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കണം. ഇതൊക്കെ സുഭാഷ് വന്ന് കണ്ടു. സുഭാഷിന് സന്തോഷമായി. നിധി അങ്ങനെയൊക്കെ ഭാസ്കരനോട് പെരുമാറുന്ന കണ്ടപ്പോൾ ഭയങ്കര കരുതലോട് കൂടിയിട്ടാണ് ഭാസ്കരനെ നോക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അതെ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അവിടെ കിടക്കാനൊക്കെ പറയണം. അങ്ങനെ ഭാസ്കരൻ കിടക്കുന്ന കണ്ടിട്ടാണ് നിധി അകത്തേക്ക് കയറി പോരുന്നത്. പിന്നീട് നിധി മുറിയിലിരിക്കുന്ന സമയത്താണ് സാന്ദ്രയുടെ കോള് വരുന്നത്.
സാന്ദ്രയെ വിളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിന് എനിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. എന്താ സാന്ദ്ര അടുത്തിന്ന് ചോദിച്ചു. അല്ല, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു. കോളേജിൽ അരുണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ? വരിക മാത്രമല്ലേ ചെയ്തത്, അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അല്ല നിധി, എനിക്കറിയത്തുണ്ടായിരുന്നില്ല അരുണേട്ടൻ അങ്ങോട്ടേക്ക് വരുമെന്ന്. എങ്ങനെ അറിഞ്ഞെന്ന് അറിയത്തില്ല. അല്ല, ഞാൻ കോളേജിൽ വരുന്ന കാര്യം ഞാൻ സാന്ദ്ര അടുത്തേരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ടിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സാന്ദ്ര അടുത്ത് എപ്പോഴും അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. പക്ഷെ എങ്ങനെ അരുണേട്ടൻ അങ്ങോട്ടേക്ക് വന്നേന്ന് അറിയത്തില്ല. എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക. തക്കല മൊത്തം വിലയ്ക്ക് വാങ്ങിയിരിക്കുവാണോ സാന്ദ്ര അടുത്തിട്ട് ഭർത്താവെന്ന് ചോദിച്ചു. എന്തൊക്കെ നീ പറയണേ? പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെ? എന്നോട് വന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലമല്ലേ നീ അനുഭവിച്ച. എന്നിട്ടല്ല നീ പഠിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നീ വന്ന, നിനക്ക് നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് എന്നെ കുറെ ചീത്ത പറഞ്ഞു. അതൊക്കെ പറയാനായിട്ട് അരുണേട്ടൻ എന്ത് യോഗ്യത ഇരിക്കുന്നേ? നിങ്ങളുടെ ഭർത്താവിന് അതിനുള്ള യോഗ്യതയില്ല. അച്ഛൻ പറയുവാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഇതുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞ് എനിക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റിയില്ല. അല്ല, നിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ ആരാ? അയാളും അരുണേട്ടനും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അരുണേട്ടന് അയാളെ തല്ലിന്നൊക്കെ പറയുന്ന കേട്ടു. തല്ലുക അല്ല ചെയ്യേണ്ട, കൊല്ലേണ്ടിയിരിക്കുക ചെയ്യേണ്ടിയിരുന്നേ. അയാളെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതാരാന്നറിയാവോ? സുധീഷിന്റെ അച്ഛനാണ്. അറിയാലോ, സുധീഷിന്റെ അച്ഛന് എൻ്റെ കൂടെ വന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. പക്ഷേങ്കില് സുധീഷിന്റെ അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പാപം, അച്ഛന് അതിന്റെ പേരിൽ കുത്തുവരെ ഏറ്റു. അറിയാലോ, കയ്യിലൊക്കെ വലിയ മുറിവായിട്ടാ തിരികെ വന്നിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് ഒരിക്കലും പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ല. പിന്നെ ഒരു കാര്യം പോയി പറഞ്ഞു കൊടുത്തേരാ അരുണേട്ടനോട്. ഇപ്പൊ സുധീഷിന്റെ അച്ഛൻ പരാതി കൊടുക്കാത്തതുകൊണ്ട് മാത്രം അരുണേട്ടൻ വീട്ടിലിരിക്കുന്നു. അല്ലെ ഇപ്പൊ ജയിലിൽ കിടന്നതെന്ന് പറയണം. നാണമില്ലാത്തവന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുക. സാന്ദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.